ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്ര സർക്കാർ ദുരിതബാധിതർക്ക് ഒരു സഹായവും നൽകാതെ ശത്രുതാ മനോഭാവമാണ് പുലർത്തുന്നത്. ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ നിവേദനം കേന്ദ്രം അവഗണിച്ചു. ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാമെന്ന കേന്ദ്ര നിയമം നിലനിൽക്കെയാണ് ഈ അവഗണന. ഈ സമീപനം ക്രൂരതയും അനീതിയുമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വീടുകളുടെ ആദ്യഘട്ട നിർമ്മാണം ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ശ്രമം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപ് സ്പോൺസർമാരുടെ യോഗം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. സാധാരണ നിലയിൽ ചൂരൽമലയിൽ സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നുള്ള വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിൽ. കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷക്കാലം തികയുന്ന ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു സഹായവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിനോട് ശത്രുതാപരവും അപമാനകരവുമായിട്ടുള്ള നിലപാടെടുക്കുക. ഒരുപക്ഷെ ജൂലൈ 30 ഈ മഹാദുരന്തം ഉണ്ടായതിനു ശേഷം ആഗസ്റ്റ് 11 അവിടെ വന്ന പ്രധാനമന്ത്രിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 17 കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിലെ ഈ ദുരന്തമുണ്ടായിട്ടുള്ള 10, 11, 12 വാർഡുകളിലെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്നാണ്. കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെന്റിനോട് വെറുതെ അഭ്യർത്ഥിക്കുകയല്ല. 2005 പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ, പ്രത്യേകിച്ച് L3 വിഭാഗത്തിൽപ്പെടുന്ന ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെട്ട ഒരു ദുരന്തമാണെങ്കിൽ ആ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ആ ആക്ടിൽ സെക്ഷൻ 13 പ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിയമം, പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം. അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി 10 മിനിറ്റ് യോഗം ചേർന്നൊരു പ്രമേയം പാസാക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ദേശസൽകൃത ബാങ്കുകളും കടങ്ങൾ എഴുതി തള്ളാൻ ബാധ്യസ്ഥരാണെന്നിരിക്കെ 9 മാസക്കാലം കോടതിയുടെ മുമ്പാകെ തുടർച്ചയായി സോളിസിറ്റർ ജനറൽ അടുത്ത മാസം പരിഗണിക്കാമെന്ന വാഗ്ദാനം നൽകി. കഴിഞ്ഞ ജൂൺ 10 മാർച്ച് മാസത്തിൽ സെക്ഷൻ 13 തന്നെ എടുത്തു കളഞ്ഞു എന്ന അപമാനകരവും എന്നാൽ വിശ്വസനീയവുമല്ലാത്ത ഒരു പ്രഖ്യാപനം ഗവൺമെന്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതി നടത്തുക. സെക്ഷൻ 13 അനുസരിച്ച് ഇന്ത്യയിൽ എവിടെ ദുരന്തം ഉണ്ടായാലും ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി ഒരു തീരുമാനം എടുത്തിരിക്കെ ആ തീരുമാനം വേണ്ടെന്ന് വെച്ചത്, അല്ലെങ്കിൽ ആ സെക്ഷൻ മാത്രം എടുത്തു കളഞ്ഞത് കേരളത്തിനോടും ചൂരൽമലയിലെ ജനങ്ങളോടുമുള്ള ക്രൂരമായിട്ടുള്ള ഈ സമീപനം, മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ സമീപനം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. കേരളത്തിലെ ഗവൺമെന്റ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ആ കാര്യത്തിൽ എടുത്തത്. എല്ലാ കാര്യത്തിലും നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ വിശേഷിയ കേരളത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 4 തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള സ്ഥലം കണ്ടെത്തിയതാണ് കേരളത്തിലെ ഗവൺമെന്റ്. എന്നാൽ ആ ഏറ്റെടുക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട കേസ് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അവസാനം മാർച്ച് 27 കോടതി അവിടെ എൻട്രി ചെയ്ത് തറക്കല്ലിടാൻ സമ്മതിച്ചത്. തറക്കല്ലിടാൻ സമ്മതിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരം ഏപ്രിൽ 14 വരെ നീണ്ടു. അതിനുശേഷം ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 ഫേസിലേക്ക് ഇപ്പൊ പ്രവേശിച്ചു. 5 ഫേസാണ് ഉള്ളത്. 410 വീടുകളാണ് അവിടെ നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായിട്ടും 2025 ഡിസംബർ 31 മുമ്പ് പൂർത്തീകരിച്ച് 2026 പുതുവർഷത്തിൽ ഭവനരഹിതരായിട്ടുള്ള ടൗൺഷിപ്പിലേക്ക് വന്നു ചേരുന്ന മുഴുവൻ പേർക്കും വീട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലാപ്സും അക്കാര്യത്തിലുണ്ടായില്ല. യൂത്ത് കോൺഗ്രസും ലീഗും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ലെന്നും ചൂരൽമലയുടെ പേരിൽ പണം പിരിച്ചവരും പണം നൽകിയവരും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതവർ തീർക്കട്ടെ, അതിലേക്ക് സർക്കാരിനെ അനാവശ്യമായി വലിച്ചിഴക്കേണ്ടതില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.